ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകളാണ്. നമ്മൾ സിസ്റ്റംസ് നോക്കിയിരുന്നു, നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റംസും ഇലക്ട്രിക്കൽ സിസ്റ്റംസും ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് റെയറാണെങ്കിലും ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ചോദിക്കുന്നത് ഈ അനലോഗസ് റിലേഷനാണ് ചോദിക്കുന്നത്, അല്ലാതെ ആ വലിയ പ്രോബ്ലങ്ങളൊന്നും ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ, അപ്പം കാരണം നമുക്കത് ചെയ്ത് തീരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അനലോഗസ് ആണ് കാര്യമായിട്ട് ഇതിൽ ചോദിച്ച് കാണാറ്. അതായത് നമ്മുടെ ഫോഴ്സ് വോൾട്ടേജ് അനലോജി, അതുപോലെ ഫോഴ്സ് കറണ്ട് അനലോജി എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് ഇവിടെ ടേബിളർ കോളത്തിലെ രൂപത്തിൽ നമുക്കത് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റമാണ് ഗൈസ്. ഓക്കെ, മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ അനലോഗസ് അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത്, നമുക്ക് രണ്ട് ടൈപ്പ് അനലോജികളാണ് വരിക. ഒന്ന് ഫോഴ്സ് വോൾട്ടേജ് അനലോജിയും പിന്നെ ഒന്ന് ഫോഴ്സ് കറണ്ട് അനലോജി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കുകളിൽ ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം അത്. അപ്പോൾ ഫസ്റ്റ് ഈ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ തന്നെ നമ്മൾ രണ്ട് സിസ്റ്റംസും കമ്പയർ ചെയ്യും. അതായത് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരിക, സിമിലർലി ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരിക എന്നുള്ളതാണ് നമ്മൾ വരുന്നത് കാര്യമായിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ആ ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിസ്റ്റത്തിലുള്ള ചേഞ്ചുകളെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇലക്ട്രിക്കലും മെക്കാനിക്കൽ സിസ്റ്റത്തിലും നമുക്ക് വരുന്ന ചേഞ്ചുകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിലേക്കൊന്ന് പോവാം. മെക്കാനിക്കൽ സിസ്റ്റംസ്, ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എഴുതാം. ഓക്കെ, അപ്പം ആദ്യം അറിയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാം, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയാണ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റം ആയിരിക്കും? മെക്കാനിക്കൽ സിസ്റ്റം ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റം ആയിരിക്കും? ഇലക്ട്രിക്കൽ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സും നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മുടെ വെലോസിറ്റിയിലാണ്. ഓക്കെ, വെലോസിറ്റിയിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഇൻപുട്ട് എന്തായിരിക്കും? നമ്മൾ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയാണ് എടുക്കുന്നത്. അവിടെ തന്നെ ഒരു അനലോഗസ് അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി നമുക്ക് കിട്ടും അല്ലേ. ഫോഴ്സിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നതാണ് ഏത്? നമ്മുടെ വോൾട്ടേജ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കറണ്ടാണ് കേസ്, കറണ്ട്. ഓക്കെ, അവിടെ തന്നെ നമുക്കൊരു അനലോജി കിട്ടി. അതായത് ഇൻപുട്ട് ഫോഴ്സ് ആണെങ്കിൽ ഇൻപുട്ട് മെക്കാനിക്കലിൽ ഫോഴ്സ് ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ വെലോസിറ്റി ആണെങ്കിൽ ഇപ്പുറത്ത് ആരായിരിക്കും? കറണ്ട് ആയിരിക്കും. ക്ലിയർ? അതാണ് ഒന്നാമത് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഇൻഫറൻസ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ചെറിയൊരു സർക്യൂട്ട് പോലെ നമുക്ക് നോക്കുവാണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് എ ഡാഷ്ബോർഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ഡിസ്റ്റൻസ് എക്സ് മൂവ് ചെയ്യും. സിമിലർലി ഇവിടുത്തെ വെലോസിറ്റി വി ആണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dx/dt ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഇറ്റ് വിൽ ബി b × dx/dt, അതായത് b × v അല്ലേ. dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കേണ്ടി വരും? നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് വരയ്ക്കണ്ടല്ലേ. ഇപ്പോൾ സപ്പോസ് ഇതിനെ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ വെലോസിറ്റി ഉണ്ട് ഇവിടെ അല്ല, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരിക കറണ്ട് ആയിരിക്കും. ദെൻ ഇവിടെ ആരുണ്ട്? അടുത്തത്
ഇറ്റ് വിൽ ബി ബി. ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് വരിക. അപ്പം നിങ്ങളുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ഇ ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു ഐ. ഓക്കെ, നമ്മൾ ഒരു ഡാഷ്പോട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് ഏതിന് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നമ്മളൊരു വോൾട്ടേജും കറണ്ടും റെസിസ്റ്ററും വരയ്ക്കുന്നതിന് ഇക്വലൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് ഇങ്ങനെ ഇതിന് ഇക്വലൻ്റ് ആണ് ഈ സാധനം, വരച്ചിരിക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ബി ഇൻ ടു വി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ ഈക്വലൻ്റുകളാണ് ഇത്. ഓക്കെ, അതായത് ഫോഴ്സിന് കറക്റ്റായിട്ടുള്ള ഇക്വലൻ്റ് ആണ് വോൾട്ടേജ്, വെലോസിറ്റിക്ക് കറക്റ്റായിട്ടുള്ള ഇക്വലൻ്റ് ആണ് കറണ്ട്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാക്കുക, അതെന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. ക്ലിയർ? അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഡാഷ്പോർട്ടിന് പകരം നമ്മളൊരു മാസാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം, മാസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മാസിൻ്റെ ഇത് വരും. അതായത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് എക്സിൽ മൂവ് ചെയ്യുന്നു, ഇത് തന്നെ ആക്സിലറേഷൻ എ ആണെങ്കിൽ യുവർ ഇക്വേഷൻ വിൽ ബി എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതായത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ക്ലിയർ? അതായത് നമുക്ക് ഇത് ഒന്നും കൂടി ചുരുക്കി എഴുതാൻ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. ഇതിനല്ല, നമ്മൾ ഇവിടെ എം ഇൻറ്റു എ എന്നുള്ള സാധനമാണ് ഇങ്ങനെ മാറുന്നത്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു മാസിൻ്റെ ആക്സിലറേഷൻ എന്നുള്ള സാധനമാണ് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ അതെന്തോ എം ഇൻറ്റു ഡി സ്ക്വയർ ബൈ എക്സ് ബൈ ഡി ടി സ്ക്വയർ വരും, അതല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എങ്ങനെ ഇക്വലൻ്റ് ആയിട്ട് വരക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. സിമിലർലി ഇവിടെ നമ്മൾക്കൊരു ഇൻഡക്ടർ ആണ് ഉണ്ടാവുക. കേസ് ഇവിടെ ഒരു എൽ ആണ് ഉണ്ടാവുക, ഇവിടെ ഒരു ഐ. സോ ഈ ഒരു ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നുള്ളതാണ് വരിക. ഓക്കെ, ക്ലിയർ? അപ്പം അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ വരച്ച പോലെ ഒരു സ്പ്രിങ് ആണ് വരുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഒരു സ്പ്രിങ് ആണ് ഈ ഫോഴ്സ് എഫിൽ വരുന്നത് വെച്ചാൽ എഫ് വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് അല്ലെങ്കിൽ കെ ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി എന്നാണ് വരിക. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി ഡി ടി ആണ്. ഓക്കെ, ദെൻ അപ്പം ഈ സ്പ്രിങ്ങിന് എന്ന് പറഞ്ഞാൽ കെ ആണ് നമ്മളെ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് അറിയാം. ഈ സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്മുടെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കപ്പാസിറ്റൻസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു ഡാഷ്പോർട്ടുള്ള സ്ഥലത്ത് നമ്മൾ R വെക്കുന്നു, മാസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻഡക്റ്റൻസ് വെക്കുന്നു, കപ്പാസിറ്റർ ഉള്ള സ്ഥലത്ത് നമ്മുടെ സ്പ്രിംഗ് ഉള്ള സ്ഥലത്ത് 1/c വെക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇക്വലൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അത് ഞാൻ സർക്യൂട്ട് വരച്ചതെന്നാണ്. ഇനി പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതും. ഓക്കെ, അത് നമുക്ക് ഒരു ടേബിൾ ആർ കോളം പോലെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ആ ടേബിൾസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതുന്നു. ഇവിടെ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എന്താ വരുന്നതെന്ന് എഴുതുന്നു. ഇവിടെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എന്താണ് വരുന്നത് എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നിങ്ങനെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് നമ്മളത് എഴുതാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമ്മൾ ഓരോ ക്വാണ്ടിറ്റികൾ ഏതാണെന്ന് നോക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ക്വാണ്ടിറ്റിയെ നമ്മൾ എഴുതേണ്ടതെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഏതാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഏതാണെന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മുടെ വേരിയബിൾസ് ആണ്. അപ്പം ആദ്യം നമ്മൾ എഴുതുന്നത് നമ്മുടെ ഇൻപുട്ട് ക്വാണ്ടിറ്റി. ഓക്കെ, ഇൻപുട്ട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആദ്യം
എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഇൻപുട്ട് ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഫോഴ്സ്, ശരിയല്ലേ? ഫോഴ്സ് എഫ് ആണ് നമ്മുടെ ഇത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനമാണ് വോൾട്ടേജ്, ഇന്നോ വി എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഔട്ട്പുട്ട് ഏതാണെന്നാണ് എഴുതേണ്ടത്. ഔട്ട്പുട്ട് വിൽ ബി വെലോസിറ്റി വി, ഇവിടെ ഏതാണെന്ന് വെച്ചാൽ കറണ്ട് ഐ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമ്മുടെ എലമെൻസുകളാണ്. ഏതൊക്കെ എലമെൻസാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ ഇവിടെ ജസ്റ്റ് എലമെൻസിന് ഹെഡിങ് എഴുതാം. എന്നിട്ട് നമ്മുടെ 3 എലമെൻറ്റ്സ് ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഫ്രിക്ഷണൽ ഡാഷ്പോർട്ട്, സിമിലർലി നമ്മുടെ മാസ്, ദെൻ നമ്മുടെ സ്പ്രിങ്. ഓക്കെ, അപ്പം ഡാഷ്പോർട്ട് എന്ന് പറയുന്നത് ബിയും മാസ് എന്ന് പറയുന്നത് എമ്മും സ്പ്രിങ്ങിൻ്റെ സാധനം കെയും. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ്, സോ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്. ഓക്കെ, ഈ 3 ക്വാണ്ടിറ്റികളാണുള്ളത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഡാഷ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് 6. പിന്നെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇൻഡക്റ്റൻസ് ആണ്, ഇൻഡക്റ്റൻസ്. സ്പ്രിങ്ങിൻ്റെ ഓർക്കുക, അത് കറക്റ്റ് സി, RLC അല്ല, അത് റെസിപ്രോക്കൽ ഓഫ് സി ആണ്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ്. സോ 1/c ആണ് ഇതിൻ്റെ ഉത്തരം. ക്ലിയർ? ഇനി ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഏത് ലോ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരമാണ് നമ്മളിതിൻ്റെ അനാലിസിസ് നടത്തുന്നത്. അതായത് സം ഓഫ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ KVL യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ സിസ്റ്റംസിനെ എഴുതുന്നത്. ഓക്കെ, സോ സം ഓഫ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ചോദ്യം വരുന്നത്. നമ്മുടെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇ, വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ, ദെൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6, എമ്മിന് L, ദെൻ കെക്ക് 1/c. ഓക്കെ, ഈ ഒരു 5 ക്വാണ്ടിറ്റികളിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഫോഴ്സ് കറണ്ട് അനലോജിയാണ്. ഓക്കെ, ഫോഴ്സ് കറണ്ട് അനലോജിയാണ്. ഫോഴ്സ് കറണ്ട് അനലോജി. ഓക്കെ, സെയിം മെക്കാനിക്കൽ സിസ്റ്റത്തിന് തന്നെ ഫോഴ്സ് കറണ്ട് അനലോജിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പോലെ തന്നെ വി ഹാവ് ടു അനലൈസ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് 2 ക്ലാസിഫൈ ചെയ്യണം, മെക്കാനിക്കൽ സിസ്റ്റം എന്നും നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഏതാണെന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യും, ഫോഴ്സാണ് വരിക. ഇവിടുത്തെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടാണ്. ഓക്കെ, നേരത്തെ വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു, ഇവിടെ എന്താണ്? ഫോഴ്സ് കറണ്ട് അനലോജിയാണ്. അതുകൊണ്ടാണ് ഇൻപുട്ട് ഇവിടെ എന്താണ്? കറണ്ടാണ്. ദെൻ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ദെൻ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വോൾട്ടേജ്. ഓക്കെ, അതാണ് നമ്മൾ 2 ഫോഴ്സ് വോൾട്ടേജും ഫോഴ്സ് കറണ്ട് അനലോജിൻ്റെയും വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ വരച്ച പോലെ നമ്മുടെ ഫിഗേഴ്സിലുള്ള ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വേഷൻസ് എഴുതാം. നമ്മൾ ഫോഴ്സ് ഡാഷ്പോർട്ടിലാണ് വെക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ഹാപ്പനിങ് ഈസ്, നമുക്കറിയാം, ഇക്വേഷൻ അറിയാം, F ഈസ് ഈക്വൽ ടു എന്താണ്? B ഇൻറ്റു dx/dt അല്ലെങ്കിൽ B ഇൻറ്റു V. നമ്മുടെ ഡാഷ്പോർട്ടാണ് വെക്കുന്നത്, ഉറപ്പായിട്ടും റെസിസ്റ്ററാണ് വരിക. പക്ഷേ റെസിസ്റ്റർ എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ± V, ഇവിടെ കറണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കറണ്ട് സോഴ്സ് ആയി. ഈ ഒരു ഇക്വേഷൻ ബി I ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു V എന്നാണ് വരിക. ഓക്കെ, നമ്മൾ ഫോഴ്സ് കറണ്ട് അനലോജി പ്രകാരം എഴുതുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1/R ഇൻറ്റു V എന്നുള്ള തരത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് വരെ മാസ്സാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഓക്കെ, മാസ്. ഇനി മാസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇതാണ് കറണ്ട്, ദെൻ സി പ്ലസ് ഓർ മൈനസ്, സോ ഇറ്റ് വിൽ ബി ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്പ്രിങ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ്ങിൽ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്, കെ ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി. ഇതിന് പകരം എൽ ഐ പ്ലസ് ഓർ മൈനസ് വി. സോ യുവർ ഐ വിൽ ബി ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി. ഓക്കെ, ഇതാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഇക്വലൻ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ നമ്മുടെ അനാലിസിസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വി ഹാവ് ടു മേക്ക് അവർ കോളംസ്. ദെൻ ആ കോളംസിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റവും മെക്കാനിക്കൽ സിസ്റ്റവും നമുക്ക് എഴുതണം. സോ നമ്മുടെ ക്വാണ്ടിറ്റീൻ്റെ ഇതുകൾ എഴുതുക. ഇവിടെ മെക്കാനിക്കൽ സിസ്റ്റംസ്, ദെൻ ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഇൻപുട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഫോഴ്സ് എഫ് ആയിരിക്കും. ഇവിടെ ആരായിരിക്കും, ഇവിടെ കറണ്ട് ആയിരിക്കും കേട്ടോ, കറണ്ട് ഐ. നെക്സ്റ്റ് ഔട്ട്പുട്ടിൽ വരുന്നതോ, ഔട്ട്പുട്ടിൽ വെലോസിറ്റി ആണ് വരിക. ഇപ്പുറത്ത് ആര് വരും, ഇവിടെ വോൾട്ടേജ് വരും കേട്ടോ, വോൾട്ടേജ്. അപ്പോൾ ഇത് ഫോഴ്സ് കറണ്ട് അനലോജി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നേരത്തെ ഫോഴ്സ് വെലോസിറ്റി, ഫോഴ്സ് വോൾട്ടേജ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് വെലോസിറ്റി കറസ്പോണ്ടിങ് നേരത്തെ കറണ്ടിനെ കിട്ടിയത്. ഇവിടെ ഏതാണ്, വോൾട്ടേജ് ആണ്. ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ നോട്ട് ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു ക്വാണ്ടിറ്റിയും കൂടി അഡീഷണൽ എഴുതി ചേർക്കണം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളവിടെ എക്സ് എന്നും പറഞ്ഞ് എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇവിടെ എഴുതണം. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജാണ് കേസ്, ചാർജ്. ഓക്കെ, ക്യൂ ചാർജ്. ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർജ് ക്യൂ ആണ് വരുന്നത്. ഇനി ഇവിടത്തേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്, അതുകൊണ്ടാണത് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് ഫ്ലക്സ് ആണ്, ഫ്ലക്സ് ഫൈ. ഓക്കെ, സോ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എലമെൻസുകൾ നേരത്തെ പോലെ എലമെൻസുകൾ ബി എന്ന് പറഞ്ഞ ഡാഷ്പോർട്ട്, എം എന്ന് പറഞ്ഞ മാസ്, കെ എന്ന് പറഞ്ഞ സ്പ്രിങ് അല്ലേ. ഇപ്പോൾ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വന്നത്, ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് 1/R ആണ്. ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി അല്ല, ഇത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/R ആണ്. സോ ഇവിടെ 1/R ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 1/R എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ജി എന്ന് പറയാമല്ലോ, കണ്ടക്റ്റൻസ് അല്ലേ. അപ്പോൾ അത് വെറുതെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇനി അടുത്തത് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ വന്നത് നോക്കൂ. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് സി. സോ സി. പിന്നെ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/L ആണ്. ഓക്കെ, അത് ഓർത്ത് നോക്കി, 1/L. ഇനി ഇവിടുത്തെ നമ്മളെ ഫിസിക്കൽ ലോ എന്ന് പറയുന്നത് അഗെയിൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ തന്നെയാണ് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ. കാരണം സം ഓഫ് ഫോഴ്സ് ഈക്വൽ ടു 0. വെറാസ് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ KCL ആണ്. ഓക്കെ, കറണ്ട് ഈക്വൽ 0. മറ്റേതെന്ന് പറഞ്ഞാൽ KVL ആയിരുന്നു, ഓർക്കുന്നില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ ആ ഡിഫറൻസുകൾ നോട്ട് ചെയ്യുക. ഇവിടെ ബിക്ക് R ആണെങ്കിൽ ഇവിടെ ബിക്ക് 1/R ആണ്. ഇവിടെ എമ്മിന് സി ആണെങ്കിൽ ഇവിടെ എമ്മിന് സി തന്നെ ആയിരുന്നു. ഇവിടെ കെക്ക് 1/L ആണെങ്കിൽ ഇവിടെയും കെക്ക് എന്ത് തന്നെയാണ്,
ഇവിടെ കേക്ക് 1/c ആണെങ്കിൽ ഇവിടെ കേക്ക് 1/l ആണ്. നേരത്തെ പറഞ്ഞ ചെറിയ മാറ്റമുണ്ട്. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ L ആയിരുന്നു, അതിന് വരെ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് C ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുക. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ എന്തായിരുന്നു, ചാർജ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഫ്ലക്സ് ആണ് കേസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക. കാരണം നമ്മളെ PSC പരീക്ഷകൾക്കൊക്കെ ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചു കാണാറ്. അല്ലാതെ നമ്മൾ സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ആൻസർ കണ്ടുപിടിക്കുന്ന വെച്ചാൽ tedious പ്രോസസ്സ്. അപ്പോൾ അങ്ങനത്തെ അത്തരം ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മാറുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പം ഇതിന് പകരം നമുക്ക് ഇത്തരത്തിലുള്ള ഈ സർക്യൂട്ടുകൾ തന്നിട്ട് അത് ചേഞ്ച് വരുത്താനാണ് ചോദിക്കുന്നതെങ്കിൽ അതും വരക്കണം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഈ ഇക്വേഷനാണ് വരിക, ഈ സീൻ്റെ സർക്യൂട്ടാണ് വരക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ അനലൈസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആയിരുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആരുണ്ട്, മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, നമുക്ക് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അനലൈസ് ചെയ്യാനുണ്ട്. ഇനി അതിൻ്റെ മെക്കാനിക്കൽ റൊട്ടേഷൻ്റെ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അനലോഗസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം ആണെങ്കിൽ ഇതിന് നമ്മൾ നേരത്തെ നോക്കിയ പോലെ റൊട്ടേഷണൽ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ റൊട്ടേഷണൽ സിസ്റ്റം ആകുമ്പോൾ ആ ടോർക്ക് അതിൻ്റെയൊക്കെ എഫക്റ്റ് വരും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഫോഴ്സ് വോൾട്ടേജ് അനലോജി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അനലോജി എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് വോൾട്ടേജ് അല്ല, ഇവിടെ ഏത് വരും, ഇവിടെ ടോർക്ക് വോൾട്ടേജ് ആണ് വരിക കേട്ടോ. ടോർക്ക് വോൾട്ടേജ് അനലോജിയാണ് വരിക ഇവിടെ. ടോർക്ക് അങ്ങനത്തെ ഫോഴ്സ് വോൾട്ടേജ് അനലോജി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ടോർക്ക് വോൾട്ടേജ് അനലോജിയാണ് വരിക. ഓക്കെ, അപ്പോൾ ടോർക്ക് ബാലൻസ് ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, എഴുതേണ്ടി വരിക. ഓക്കെ, ടോർക്ക് ബാലൻസ് ഇക്വേഷനാണ് നമ്മൾ എഴുതേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റികളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റമാണ്. ദെൻ ഇപ്പുറത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഓക്കെ, മെക്കാനിക്കൽ സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയും അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇവിടെ ടോർക്കായിരിക്കും ഫോഴ്സിന് പകരം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗസ് എന്തായിരിക്കും, അത് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെലോസിറ്റി സാധാ വെലോസിറ്റി അല്ല, ആംഗുലാർ വെലോസിറ്റിയാണ് വരിക അല്ലേ. ആംഗുലാർ വെലോസിറ്റി ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഏത് തന്നെയാണ്, കറണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഡാഷ്ബോർഡിന് പകരം മാസിന് പകരം ഡാഷ്ബോർഡ് വരിക. ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് തന്നെയാണ് വെക്കുന്നത്. ഇവിടെ ഡാഷ്ബോർഡ് വെച്ചു. ഇത് ടോർക്ക് T, ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ, ഇതാണ് നമ്മുടെ വെലോസിറ്റി ഒമേഗ. ഓക്കെ, സോ അവർ ഇക്വേഷൻ ബി T is equal to B into d theta by dt, that will be equal to B into omega. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റികളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് റെസിസ്റ്ററാണ്, ഇത് കറണ്ട് I. സോ പ്ലസ് ഓർ മൈനസ് E ഈക്വൽ ടു R ഇൻറ്റു I. ദെൻ ഇവിടെ നമുക്ക് J ആണ് വരുന്നത്. ദെൻ ഇവിടെ ടോർക്ക് നമ്മുടെ തീറ്റ. ദെൻ ഈ ഇക്വേഷനിൽ ബി J ഇൻറ്റു ഡേ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ dt സ്ക്വയർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു J ഇൻറ്റു ഒമേഗ. ഓക്കെ, കാരണം നമ്മുടെ ആൽഫ
ഇപ്പോൾ ആൽഫ അല്ലെ നമ്മൾ ആൽഫ എന്ന് എഴുതുന്ന സാധനം ഇറ്റ് വിൽ ബി ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലേ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ക്ലിയർ? കാരണം നമ്മുടെ ആംഗുലാർ ആക്സലറേഷൻ ആണ് വരുന്നത് ആൽഫ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതിന് പകരം നമുക്ക് ഡി സ്ക്വയർ നമ്മൾ എക്സിന് എഴുതുന്നതിന് പകരം തീറ്റ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കുക. നമ്മൾ നേരത്തെ എക്സ് സാധാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എഴുതുന്ന പോലെ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരിക, തീറ്റയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യുവർ ഇക്വേഷൻ വിൽ ബി, ഇത് ഇൻഡക്റ്റൻസ് എൽ ആണ്, കറണ്ട് ഐ പ്ലസ് ഓർ മൈനസ് ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് സ്പ്രിങ്ങും വരും. ഓക്കെ, ഞാനിവിടെ വരയ്ക്കാം. അപ്പോൾ സ്പ്രിങ്ങിലും നമുക്കിതേപോലെ കെ വരും, അതാണ് നമ്മുടെ ടോർക്ക് ഒമേഗ, ഇവിടെ തീറ്റ വരും. ഓക്കെ, സോ ഇക്വേഷൻ വിൽ ബി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ അല്ലെങ്കിൽ കെ ഇൻറ്റു ഇൻറ്റഗ്രൽ ഒമേഗ ഡി ടി ആണ് വരിക. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇ എം എഫ്, ദെൻ നമ്മുടെ കപ്പാസിറ്റൻസ് സി. ഓക്കെ, സോ അവർ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റഗ്രൽ ഐ ഡി ടി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അനലോഗസ് ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് നമ്മളതിനെ രണ്ട് ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സോ ഇവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റീസ്, ദെൻ ഇവിടെ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റം. ഓക്കെ, മെക്കാനിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം അല്ലേ. ഇവിടെ ഏതാണ്, ഇവിടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഏതാണ്, ടോർക്കാണ്. ഓക്കെ, ടോർക്ക് ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വോൾട്ടേജ് ആയിരിക്കും, വോൾട്ടേജ് ഇ. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് ഐ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നേരത്തെ സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആയിരുന്നു, ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ് വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്, ചാർജ് ക്യൂ. ഓക്കെ, നേരത്തെ നമ്മുടെ സാധാരണ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്, അതിന് പകരം ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ചാർജ് ക്യൂ ആയിരിക്കും. നേരത്തെ സാധാ ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോഴും ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ തന്നെയായിരുന്നു, ചാർജ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ, ഞാനിവിടെ അഡീഷണലി എഴുതാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ ചാർജ് തന്നെയായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. പക്ഷേ ഫോഴ്സ് കറണ്ടിൽ മാറും, അതെന്താവും, ഫ്ലക്സ് ആവും. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ആ എലമെൻറ്റ്സ് നമ്മൾ ഏതൊക്കെ വരും, നമ്മൾ ബി ഡാഷ്പോർട്ട്, പിന്നെ ജെ ആണ് വരിക. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാണ് കേട്ടോ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ജെ വരും. പിന്നെ സ്പ്രിങ് കെ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതിന് മൂന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലെ പഠിക്കേണ്ടത്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് 6 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാണ്. ദെൻ നമ്മുടെ സ്പ്രിങ് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു 1. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരെ 1/c. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6, ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് L, കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് 1/c ആണ് വരിക. ഓക്കെ, ഇവിടെ നമ്മുടെ ഫിസിക്കൽ ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ തന്നെ ആയിരിക്കും. അതായത് ടോർക്കിൻ്റെ സമ്മേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇലക്ട്രിക്കൽ കറസ്പോണ്ടിങ് ആയിട്ട് KVL ആയിരിക്കും. സോ സമ്മേഷൻ ഓഫ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിൻ്റെ അനാലിസിസ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ടോർക്ക്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടോർക്ക് വോൾട്ടേജ് അനലോജിയാണ്. ഓക്കെ, ഇനി ഇതേപോലെ ടോർക്ക് കറണ്ട് അനലോജി ഉണ്ടാവും. ടോർക്ക് കറണ്ട് അനലോജി
ഓക്കെ, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ടോർക്ക് കറണ്ട് അനലോജിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിസ്റ്റംസ് വരും. അപ്പം ഈ രണ്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ റൊട്ടേഷണലും സിമിലർലി നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസുമാണ് എന്ത് ചെയ്യുക വരുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോർക്കിൻ്റെയും നമ്മുടെ വോൾട്ടേജിൻ്റെയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കത് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റംസ് ഇതിവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ടോർക്കാണ്. ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഏതായിരിക്കും? ഇലക്ട്രിക്കലിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സ് ആയിരിക്കും അല്ലേ. ഇവിടെ മെക്കാനിക്കലിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. ഇലക്ട്രിക്കലിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വോൾട്ടേജ്. ക്ലിയർ? അപ്പം അതാണ് വ്യത്യാസം. ഇവിടെ ടോർക്ക് വോൾട്ടേജ് അനലോജി ആയിരുന്നു, ഇവിടെ എന്താണ് ടോർക്ക് കറണ്ട് അനലോജിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് വരിക. നെക്സ്റ്റ് നമ്മുടെ ടോർക്ക് ടി, ഡാഷ്പോട്ട് ബി, തീറ്റ ഒമേഗ. So our equation will be B into d theta by dt, that will be equal to B into omega. ഓക്കെ, ഇവിടെ വരുന്നത് നമ്മുടെ കറണ്ട്, നമ്മുടെ റെസിസ്റ്റർ പ്ലസ് ഓർ മൈനസ് വി. സോ your I will be is equal to 1 by R into V. ഓക്കെ, നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ജെ വിൽ ബി ഇവിടെ തീറ്റ, ഇവിടെ ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇറ്റ് വിൽ ബി സി പ്ലസ് ഓർ മൈനസ് വി, ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. നമ്മുടെ ലാസ്റ്റ് വൺ നമ്മുടെ സ്പ്രിങ്, ഇവിടെ ടോർക്ക് ടി, ഇത് തീറ്റ, ഇത് ഒമേഗ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്മുടെ ഇൻഡക്ടർ പ്ലസ് ഓർ മൈനസ് വി. സോ ഐ വിൽ ബി ഈസ് ഈക്വൽ ടു 1 by L ഇൻ്റഗ്രൽ വി ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ, കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഒമേഗ ഡി ടി. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഒമേഗ ഡി ടി ആണ് ഗൈസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ടോർക്ക് കറണ്ട് അനലോജിയിലുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മളെ ക്വാണ്ടിറ്റീസിനെ എല്ലാതും നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളതിനെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ളത് ക്വാണ്ടിറ്റികൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വാണ്ടിറ്റീസ്, നെക്സ്റ്റ് മെക്കാനിക്കൽ സിസ്റ്റം. മെക്കാനിക്കൽ ഏതാണെന്ന് ഓർക്കുക? റൊട്ടേഷണൽ സിസ്റ്റമാണ്. ദെൻ ഇവിടെ ഏതാണ്? ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ടോർക്കാണ്. ദെൻ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ടോർക്ക് കറണ്ട് അനലോജിയാണ് പറയുന്നത്. സോ അവർ ആൻസർ വിൽ ബി കറണ്ട് I. ദെൻ ഔട്ട്പുട്ട് വിൽ ബി ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും.
സോ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ദെൻ ഇവിടെ എന്തായിരിക്കും, ഇവിടെ വോൾട്ടേജ് വി, ദെൻ സിമിലർലി ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലക്സ് ആയിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഈ ടോർക്ക് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് കറണ്ട് അനലോജിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ട, ഫോഴ്സ് കറണ്ട് അനലോജിക്ക് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആയിരിക്കും ഗൈസ്. ഓക്കെ, സിമിലർലി ഇവിടെയും ടോർക്ക് കറണ്ട് അനലോജിക്കും കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫ്ലക്സ് തന്നെയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി എലമെൻസുകൾ വരുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ ബി ഡാഷ്പോർട്ട്, പിന്നെ ജെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, കെ സ്പ്രിങ്, കെ. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് നോക്കാം. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരുന്നത് 1/r ആണ്. ഓക്കെ, 1/r എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കണ്ടക്റ്റൻസ് ആണ് അല്ലേ, കണ്ടക്റ്റൻസ് ജി. ദെൻ ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണ്, ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സി, സോ സി. ദെൻ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/l. ഓക്കെ, സോ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്, 1/l ആണ്. ദെൻ ഫിസിക്കൽ ലോ വരുന്നത് നമ്മുടെ ഏതാണ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ടോർക്കിൻ്റെ സംബന്ധമായിരിക്കും 0 ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ KCL ആണ് അപ്ലൈ ചെയ്യുന്നത്, സമ്മേഷൻ ഓഫ് കറണ്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊത്തം അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ചെറിയൊരു വേറെ തരത്തിലുള്ള ഒരു അനാലിസിസ് നടത്താം. നമുക്ക് ടേബിൾ കോളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ നമ്മളിവിടെ ഫോഴ്സ്, വോൾട്ടേജ്, വെലോസിറ്റി ആയിരിക്കും എല്ലാത്തിലും. അതായത് ഇവിടെ ടോർക്ക്, ഇവിടെ ഫോഴ്സ് വെലോസിറ്റിയാണ് വരുന്നത്, ഇവിടെയും ഫോഴ്സ് വെലോസിറ്റിയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ടോർക്ക് ആംഗുലർ വെലോസിറ്റി, ഇവിടെ എത്തുമ്പോൾ ടോർക്ക് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ആയിരിക്കും, ഇവിടെ ആരായിരിക്കും, കറണ്ട് ആയിരിക്കും. സിമിലർലി ഫോഴ്സ് കറണ്ട് അനലോജിയിൽ ഫോഴ്സ് കറണ്ട് ആയിരിക്കും, ഇവിടെ വെലോസിറ്റിക്ക് ആരായിരിക്കും, അതായത് ഇതിൻ്റെ നെക്സ്റ്റ് സം എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, എല്ലാത്തിലും അങ്ങനെ തന്നെ. പിന്നെ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ ടോർക്ക് വോൾട്ടേജ് അനലോജിയിലായാലും ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ചാർജ് ക്യൂ ആയിരിക്കും. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, കണ്ട ചാർജ് ക്യൂ. ഇത് വോൾട്ടേജ് അനലോജിയിലാണ് ചാർജ് ക്യൂ വരുന്നത്. ഓക്കെ, വോൾട്ടേജ് അനലോജിയിലാണ് ചാർജ് ക്യൂ വരുന്നത്. വേറെ നിങ്ങൾ കറണ്ട് അനലോജി ആണെങ്കിൽ ഫ്ലക്സാണ് വരിക. ഇതാ ഇവിടെ അതെ, കറണ്ട് അനലോജി ആണെങ്കിൽ ഫ്ലക്സാണ് വരിക. ഓക്കെ, അപ്പോൾ അത് 3 പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മളെ ഫോഴ്സ് വോൾട്ടേജ് അനലോജിയിൽ ഇത് കണ്ടോ നിങ്ങൾ, ബിയും എമ്മും കെക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആറും എല്ലും 1/c ആണ്. ഇത് ഏതാണ്, ഫോഴ്സ് വോൾട്ടേജ് അനലോജിക്കാണ്. ഓക്കെ, ഫോഴ്സ് വോൾട്ടേജ് അനലോജിക്കുണ്ടല്ലേ. ബിക്ക് കറസ്പോണ്ടിങ് 6, എം, എൽ, കെ 1/c. ഇനി നിങ്ങൾ ടോർക്ക് വോൾട്ടേജ് അനലോജി നോക്ക്. ഇതാ ബിക്ക് 6, ജെക്ക് എൽ, കെക്ക് 1/c. ഇതാ നിങ്ങൾ നോക്കൂ, 6 L 1/c. ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെയും 6 L 1/c. അപ്പോൾ വോൾട്ടേജ് അനലോജി ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ RL 1/c എന്നായിരിക്കും. ഇവിടെ BJK ആണ് വരുന്നതെങ്കിൽ അവിടെയും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. BJക്ക് പകരം ആരായിരിക്കും, M ആയിരിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പം ഫോഴ്സ് വോൾട്ടേജ് അനലോജി പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇതേ അവസ്ഥ തന്നെയാണ് ഫോഴ്സ് കറണ്ട് അനലോജിക്ക്. വളരെ സിമ്പിളാണ്. നേരത്തെ 6 L 1/c ആണെങ്കിൽ ഇവിടെ 1/r C 1/l ആണ്. ഓക്കെ, ഇവിടെ 1/r C 1/l ആണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ കറണ്ടിന് നോക്കൂ, ഇതാ 1/r C 1/l. അപ്പോൾ കറണ്ട് അനലോജിക്ക് 1/r C 1/l എന്ന് പറഞ്ഞാൽ മതി. സിമിലർലി ഓർഡറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ BJK ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോറി, ഇല്ല, ഓർഡറിൽ ചേഞ്ചുകളൊന്നുമില്ല. ഓർഡറിലല്ല ചേഞ്ച്, നമ്മുടെ ഈ ഫോഴ്സ് വെലോസിറ്റിയിലാണ് ചേഞ്ച് ഇതിൽ വരുന്നത്. ഇത് നോക്കൂ നിങ്ങളിതാ, ഇത് BMK ആയിരുന്നു. ഇതും ഏത് തന്നെയാണ്, ഫോഴ്സ് കറണ്ട് അനലോജിയിലും ഏത് തന്നെയാണ്, BMK തന്നെയാണ്. ഇവിടെ BJK ആണ്, ഇവിടെ ഏത് തന്നെയാണ്, BJK ആണ്. ഓക്കെ, അതിലൊന്നും വ്യത്യാസമില്ല. ആകെ ആ ഒരു കാര്യം മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ചെറിയൊരു കുറിപ്പായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം,
പഠിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് നമ്മുടെ കൺസെപ്റ്റുകൾ. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ, ഇത് 6 ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഉള്ളൂ. അത് നിങ്ങൾ ഇവിടെ BJK ആണ് നമ്മൾ ഏതിൽ വരിക, റൊട്ടേഷനിൽ വരിക. അതിന് പകരം ഇവിടെ M ആയാൽ നമ്മുടെ സിസ്റ്റമായി, നമ്മുടെ ട്രാൻസ്ലേഷൻ സിസ്റ്റമായി. ഓക്കെ, ഇനി ഇതിൽ വോൾട്ടേജ് അനാലിസിസ് ആണെങ്കിൽ 6L 1/C ആയിരിക്കും. നമ്മുടെ കറണ്ട് അനാലിസിസ് ആണെങ്കിൽ ഇത് കണ്ട 6L 1/C ആയിരിക്കും വോൾട്ടേജിൽ. ഇനി കറണ്ടിലാണെങ്കിലോ, കറണ്ടിൽ ഈ 6ന് പകരം 1/R ആക്കുക. ഇതാ കറണ്ടിന് 6ന് പകരം 1/R ആക്കുക. ഇത് നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. നമ്മളിവിടെ C ആണ് ഇവിടെ എഴുതുന്നതെങ്കിൽ ഇവിടെ 1/C എന്ന് വെക്കുക. ഇവിടെ L ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 1/L എന്ന് വെക്കുക. ഓക്കെ, വളരെ എളുപ്പത്തിൽ പഠിക്കാം. സിമ്പിളായിട്ട് പഠിച്ച് ജസ്റ്റ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഫോഴ്സ് വോൾട്ടേജും ഫോഴ്സ് കറണ്ട് അനലോജിയും ഇതിൻ്റെ അകത്തുനിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വരിക. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാതെ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എങ്ങനെയെങ്കിലും ഒന്നും കയ്യിലാക്കുക. കാരണം അതിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അത് കൂടുതലായിട്ടും 1 വേർഡ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പരീക്ഷകൾക്കാണ് ചോദിക്കുന്നത്. അതാണ് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രവും സിഗ്നൽ ഫ്ലോ ആണ് ഇനി ശരിക്കും എടുക്കേണ്ടത്. പക്ഷേ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്നും സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ റെയറാണ്. കാരണം വലിയൊരു ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും ചെറുതാക്കാനും ഒക്കെയാണ് ചോദിക്കുന്നത്. വലിയ വലിയ ക്വസ്റ്റ്യൻസിന് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ഇപ്പം വലിയ വലിയ എക്സാംസിനും അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ എക്സാംസിനും ടൈം എടുത്ത് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ബ്ലോക്ക് ഡയഗ്രം സിഗ്നൽ ഫ്ലോ ഗ്രാഫും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റിലോട്ടേ പറയുന്നുള്ളൂ. കാരണം PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ്. ചെറിയ എന്തെങ്കിലും കൺവേർഷൻസ് ഒക്കെ വരുള്ളൂ. വലിയ കൺവേർഷൻസ് ചോദിച്ച് നമുക്ക് ചെയ്ത് തീരില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല. പക്ഷേ നമ്മളെന്തായാലും ഇത് ഡിസ്കസ് ചെയ്യും. ബ്ലോക്ക് ഡയഗ്രം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ തീർക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് എന്നുള്ള സെക്ഷൻസ് എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റിലേക്ക് വെക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ നോക്കുക. നമുക്കിനി എടുക്കാനുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും ക്വസ്റ്റ്യനുകളിലും കടന്നു വരുന്ന ഒരു ചോദ്യമാണ്. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടൈം റെസ്പോൺസ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ തൊട്ട് ടൈം റെസ്പോൺസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും. ഇതിൻ്റെ അകത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ടൈം റെസ്പോൺസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ടൈം റെസ്പോൺസ് അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സ്റ്റെബിലിറ്റീനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈം റെസ്പോൺസ് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ തൊട്ട് നമുക്ക് ടൈം റെസ്പോൺസ് അനാലിസിസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് അപ്പോൾ എല്ലാവരും ഈ വോൾട്ടേജ് ഫോഴ്സ് വോൾട്ടേജ് അനലോജി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈം റെസ്പോൺസ് അനാലിസിസുമായിട്ട് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.